നമുക്കിന്നൊരു വാഴപ്പൂ തോരൻ ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യം ഒരു വാഴപ്പൂ ഒടിക്കാം. എന്നിട്ട് പുറമിതളുകളൊക്കെ അടർത്തിക്കളയാം. നന്നായി വൃത്തിയാക്കിയെടുത്ത് അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ഈ നാരൊക്കെ കളയാനായിട്ട് ഞങ്ങളിവിടെ വേപ്പിൻ തണ്ടാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, പച്ചമുളകും വേപ്പിലയും കുറച്ച് സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് ചേർത്ത് ഒപ്പം നമ്മുടെ അരിഞ്ഞു വെച്ച വാഴപ്പൂ തോരനും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു പിടി നാളികേരവും ചേർക്കുക. ഇനിയെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് നേരം അതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ രുചിയേറിയ വാഴപ്പൂ തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊന്ന് കണ്ടാലോ? നല്ല കടുമാങ്ങ അച്ചാർ, പപ്പടം, കുത്തരിച്ചോറ്, ചെറുപയർ മെഴുക്ക് പുരട്ടി, മീൻ പൊരിയിച്ചത്, എരിശ്ശേരി, പിന്നെ നമ്മുടെ താരം വാഴപ്പൂ തോരനും ഒഴിച്ചുകൂട്ടാൻ രസവും തൈരും. ആഹാ, എന്താലേ! അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.